ഇപ്പൊ നല്ല മണ്ണുണ്ട്. ഇതിലിട്ട് വെച്ച മാറണാവോ? ആദ്യ ഗഡിയാട്ടേ കയറി അക്ബറിനെ ഇളക്കി നെഞ്ചത്ത് കൈ വെച്ച് ഒറ്റ അങ്ങനെ തെറിച്ചാ പോയി. എന്ത് കാര്യം അയാൾ അവനെ തള്ളിട്ട് നീ എന്തിനാണ് എന്നെ തള്ളിയിടണേ? നിർത്തിയ അത്രയ്ക്കൊന്നുമില്ല. അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. ഒന്ന് പോടെ. അയാളാ പാതാള ഇരട്ട കൊലക്കേസിൽ പ്രതിയാന്ന് കേട്ടെ. ഇപ്പൊ എന്തോ പരോളിന് ഇറങ്ങിയിട്ടുള്ള മേലും കീഴും നോക്കാത്ത തന്നെയാണ്. അക്ബറെ, നീ വെറുതെ ആവശ്യമില്ലാത്തവരോട്ട് മുട്ടാൻ നിൽക്കണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ വിട്ടു. എന്നാ നിനക്കുള്ള ജീവ, കഴിഞ്ഞ കളി നമ്മൾ സമനിലയായിരുന്നു. അടുത്ത മാസം സെന്റ് തോമസ് ആയിട്ടാ, നമുക്ക് ജയിച്ചേ പറ്റൂ. ഒന്ന് പോയാലോന്ന് നിനക്ക് തന്നെ പറയാനുള്ളൂ. ഇത് തമാശല്ല കേട്ടാ. നീ മര്യാദക്ക് പ്രാക്ടീസിന് ഇറങ്ങിക്കോ. നമുക്ക് ജയിക്കാടാ. ഞാനും ഇറങ്ങാം. ഓക്കെ അതെ അല്ലേ ലൂക്കോച്ചാ? ഒരു മിനിറ്റ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മേത്തുറയ്ക്കുന്ന സോപ്പാണ് കോണം കഴുകരുന്ന്. നല്ല മണം കിട്ടില്ലടാ. ഒരു സോപ്പല്ലേ? മണം പോയി. സോപ്പല്ല ഒന്നല്ലേ? എന്തിനാണ് കണ്ടവന്റെ സോപ്പെടുത്ത് തേക്കുന്നത്? എന്താ സഖാവേ? ഒരു കാര്യമുണ്ട്. പറയടാ. നമ്മുടെ ജാനറ്റില്ലേ? നമ്മുടെ കാലുകൊണ്ട് ചെയ്യാത്ത അത് തന്നെ. ആളുടെ വീട്ടിലെ കാര്യം കുറച്ച് കഷ്ട. അച്ഛനും വയ്യ, വീട് പണിയാണെങ്കിൽ പാതി വഴിയിലും. അപ്പൊ നമ്മളായിട്ട് ആ വീട് പണിയൊന്ന് തീർത്തു കൊടുത്താലോ എന്നൊരു ആലോചനയുണ്ട്. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെയാണ്, പക്ഷേ പണം വേണം. ഈ തൃശ്ശൂരങ്ങാടിലും നമ്മുടെ ജോസേട്ടന് സാമ്യൊക്കെ ഉള്ളപ്പോ നീ എന്തിരി പേടിക്കണ്? നമുക്ക് പിരിക്കാടാ. വാ, അത്രല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്താ സഖാവേ? തന്നെ കാണാൻ നിന്നത്. നമുക്കൊന്ന് നടന്നാലോ? ഓ, ഞങ്ങള് ജാനറ്റിന്റെ വീടൊന്ന് പണിത് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ആഹാ. അത് അയാളുടെ അടുത്തൊന്ന് അവതരിപ്പിക്കണം. അയാളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആൾ താനല്ലേ. അപ്പോ താൻ പറഞ്ഞ നന്നായിരിക്കും തോന്നുന്നു. പക്ഷേ എന്താ, തനിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതല്ല, ഞാൻ പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചിലപ്പോ മണ്ടത്തരായിരിക്കും എന്നല്ലേ. ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ അറിയാലോ, ഒരു ദിവസം ഒരു കാര്യം മാത്രം. ഈ വീട് വെച്ചു കൊടുത്തത് കൊണ്ട് ജാനറ്റിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരോ? ആവശ്യങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവില്ലേ? ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയില്ലേ? പിന്നെന്ത് ചെയ്യും? കേട്ടിട്ടില്ലേ, ഈ ഇരയെ പിടിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇരയെ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണെന്ന്. എന്തോന്നു? തോന്നതും. വാ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ചെയർമാനെ മാത്രം കണ്ടാൽ മതി എന്നാണ് രാജകൽപ്പന. അതെന്താ അറിയില്ല. വന്നതിന് പിന്നിൽ ഒരു സതുദ്ദേശമില്ലാതില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാം റെഡിയാണ്. അപ്പോ ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. ശരി. വിളിപ്പിച്ചിട്ടുണ്ട്. വാജിവ ഇരിക്കേ. ഞാൻ ശ്രീകുമാർ കർത്ത, ട്രസ്റ്റി. അറിയാം. നേരിട്ട് കാര്യത്തിലേക്ക് വരാം. മാനേജ്മെന്റും കുട്ടികളുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഞാൻ വന്നത്. കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ അത് കുട്ടികൾ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവല്ലോ. സാറ് തമ്പുരാണ്ടയിലോ പഠിക്കാതെ കാര്യം പറ. ആരോടും തർക്കിക്കാനില്ല. നിങ്ങൾ ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ ട്രസ്റ്റ് തയ്യാറാണ്. എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. വളരെ സന്തോഷം. പകരം സാറ് പറഞ്ഞു വരുന്നത് ഊട്ടിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുകയല്ല, ഞങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. വേണ്ട കാശ് എത്രയെന്ന് വെച്ചാൽ ഓഫീസ് വന്നാൽ മതി. വേണ്ട സാറേ,
പഞ്ചാര പായസമാണേലും ആരും കോളാമ്പി കുടിക്കാറില്ലല്ലോ. മോനെ ജീവ, തിളച്ച് പൊങ്ങുന്നതൊക്കെ തുളുമ്പും. അത് പായസമാണെങ്കിലും. എന്ത്? കൊട്ടാരത്തിൽ അല്പന്മാർ കയറിയെന്നോ? അതേ തിരുമനസേ. കൊട്ടാരം അശുദ്ധമായല്ലോ. വേഗം ചാണകവെള്ളം തെളിച്ച് ശുദ്ധമാക്കി. ശരി തിരുമനസേ. തിളച്ച പായസമാ സാറേ, വീണടം പൊള്ളും. പോവാം. എടാ, നമ്മുടെ തോട്ടത്തിൽ നമുക്ക് അറിയുന്ന കുറച്ച് ആളുകളെ വിളിക്കണം. ഇവിടെ പണിയുണ്ടല്ലേ? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ അതിനുശേഷം ദേവരെ പോലെ ഓടിച്ചാടി നടക്കാം. 9ാം ക്ലാസ്സിന് ശേഷം എന്റെ പോലും നടന്നിട്ടില്ല സാറേ. ഇനി ഇവളെവിടെയെങ്കിലും ഇരിക്കുമെന്ന സംശയം. നമുക്ക് നോക്കാം. ശരി, ഇനി നമുക്കൊന്ന് നടന്നു നോക്കാം. വാ. മെല്ലെ. അയ്യോ, എന്തത്? കരയോ? കൂടെ പ്രഭാവാൻ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കണതൊന്നും ഇല്ലല്ലേ. കൊച്ചു നോക്കടാ, എനിക്കിപ്പോ നടക്കാം. സഖാവേ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി വീട് പണിത് കൊടുക്കല്ലേ? എങ്ങനെയാ ഒന്നും പ്രതീക്ഷിക്കാതെ ഇതെല്ലാം? ആരോ പറഞ്ഞേ? പ്രതീക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. പ്രതിഫലം കണ്ടില്ലേ? ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തെക്കാൾ വലിയ എന്ത് പ്രതിഫലമാണ് ഉള്ളത്? അല്ല, പോണ്ടേ? ഇന്ന് സൺഡേ അല്ലേ? 8 മണി വരെ നീ ഫ്രീ അല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോയാലോ? എങ്ങോട്ടാ? ഇവിടെ അടുത്താ, പോസ്റ്റ് ഓഫീസിന്റെ അവിടെ. ഒരു അടിപൊളി സ്ഥല. അത് വേണ്ട. അത് വേണം. വേണ്ടാന്നേ. നീ വാ. അവൻ അങ്ങനെയാ. ഞാൻ വൈകിട്ടാ കല്യാണം കഴിച്ചേ. അവൻ ജനിക്കുമ്പോ എനിക്ക് 35 വയസ്സാ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഒന്നിനും വയ്യ. അവൻ ആ ഒരു വിചാരം വേണ്ടേ? ഒരു പോക്ക് അങ്ങോട്ട് പോയാ പിന്നെ എപ്പോഴാ വരികന്ന് ഒരു പിടിയില്ല. അമ്മേ, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാനതങ്ങോട്ട് മറന്നു. ഞാനേ ശർക്കര ചായ എടുക്കാം.
നീ പറയണ്ടേ കുട്ടി, നീ എപ്പോഴും ഇവിടെ വരണതല്ലേ. അമ്മേ പലഹാരം വല്ല ഇരിപ്പുണ്ടോ? നോക്കാം. എടോ ഇങ്ങോട്ട് വാ. വാടോ. ഇവിടെ പഠിക്കുന്ന പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മൂലധനമൊന്നുമില്ലേ? ആശയങ്ങളും ആദർശങ്ങളും പുസ്തകങ്ങളിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞത്. സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താ, ഒരു വീടുണ്ടല്ലോ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയും. മോളുടെ വീട് എവിടെയാ? എനിക്ക് വീടില്ല, ഞാൻ ആശ്രമത്തിലാ. സാരില്ല മോളെ, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. ഇത് മോളുടെയും കൂടി വീടല്ലേ. പാവ അമ്മ ഒറ്റയ്ക്കല്ലേ, നേരത്തിനൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കൂടെ? പാവമാണ്. എത്ര വൈകിയാലും അമ്മ എന്നെ കാത്തിരിക്കും. പിന്നെ മിക്കവാറും എന്നെ പുറത്താക്കി തന്നെ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തോന്നുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് പറയാൻ വെച്ച ഒരു കാര്യം കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോട്ടെ. നാളെയാ സാഹിത്യോത്സവം. ഒരുപാട് പണിയുണ്ട്. നാളെയാണല്ലേ? ആരൊക്കെ വരുന്നുണ്ട്? അഴീക്കോട് സാറ്, മേരി ടീച്ചർ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ. സാറും ഉണ്ടോ? അപ്പൊ നല്ല ആളും ഉണ്ടാവൂലോ. ആ, ഇപ്പോഴത്തെ വിവാദ നായകനല്ലേ. എടോ, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ജാനറ്റിന്റെ കാര്യം താനൊന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ. താങ്ക്സ്. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ? ശരി, താൻ പറ എന്താ വേണ്ടേ? ഒരുമാതിരി പുരുഷാവശ്യങ്ങളൊന്നും പറയരുത്. എനിക്ക് തനിക്ക് എനിക്ക് ഊട്ടി കാണണം. ഊട്ടിയോ? അതാണോ? താൻ പോയി കാണടോ. ഒറ്റയ്ക്ക് കാണാൻ പേടിയാ. എന്നാ ഫസീലിനും കൂട്ടിക്കോ. അങ്ങനെ ഓടിപ്പോയി കണ്ടുവരാനല്ല, എനിക്ക് മുഴുവനും നടന്നു കാണണം. പിന്നെ ഞാൻ ചോദിച്ച ഫസീലയോടല്ലോ. ശരി, ഞാൻ കൊണ്ടുപോവാം. നാളത്തെ ദിവസം കൂടി കഴിയട്ടെ. എന്നാ ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷെ ആകെ മൊത്തം ഒരു പ്രണയം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പ്രണയത്തെ കുറിച്ച് എഴുതുന്നത്? അതല്ല, കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു, സംസാരത്തിലാണെങ്കിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ കടന്നു വരുന്നുണ്ട്. പ്രിയ വേണ്ട കേട്ടോ. പിന്നല്ലാതെ നിങ്ങൾ നല്ല മാച്ചാന്നേ, സഖാവും ബുദ്ധിജീവിയും. നീ വെറുതെ നീ വായിക്കണ്ട, എന്റെ ബുക്കും തന്നെ. എന്നാ അതെ, ഞങ്ങളും ചോറ് എന്നെ ഉണ്ണണേ. നീ ആളോട് പോയി പറവണ്ണേ, ആൾക്കും നിന്നെ ഇഷ്ടാ, കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ നീ എന്തിനു വേണ്ടി കാത്തിരിക്കുക?
എന്നാ ശരി ശരി, ഉപ്പ. വൈകിട്ട് കാണാം. ഹാപ്പി ബർത്ത്ഡേ. ഓ അതിന്നാലേ ഞാൻ മറക്കില്ലല്ലോ. എവിടെ മിഠായി എവിടെ? വാ വാങ്ങിത്തരാം. നിക്ക് ഇപ്പൊ വേണ്ട, നീ എനിക്ക് പിന്നെ വാങ്ങി തന്നാ മതി. എനിക്ക് ഇന്ന് ഈ ക്യാമ്പസ് മുഴുവൻ ഒറ്റയ്ക്കൊന്ന് നടക്കണം. ഹേയ്, ജാനറ്റ് മാഡം സ്മാർട്ട് ആയല്ലോ. പിന്നല്ലാതെ ഇവരെയൊക്കെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ? കണ്ടില്ലേ ഇന്നൊരാളെ സുന്ദരി കുട്ടിയായി ഒരുങ്ങി വന്നിരിക്കുന്നത്? ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ കേളോ? ആന്നേ. എന്നിട്ട് മിഠായി ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പൊ വേണ്ട, ഉച്ചയ്ക്ക് മതി അല്ലേ സഖാവേ? അത് ശരിയാ, അപ്പോഴേക്കും ഇതിന്റെ തിരക്കൊക്കെ കഴിയും. അതാണ്. ഓക്കെ. എന്നാലേ നിങ്ങൾ മിണ്ടി പറഞ്ഞിരിക്കെ, ഞാനൊന്ന് നടന്നിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ആ എന്നാ ഞാൻ പോട്ടെ. എടോ, ആ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. താൻ ഫ്രീ ആണോ? ആ എന്നാ വാ, എങ്ങോട്ട്? നമുക്കേ ഊട്ടി പോ. ഊട്ടി പോവാനോ? അതെ, ഇന്ന് തന്റെ പിറന്നാളല്ലേ. തനിക്ക് എന്ന വാക്ക് ഇന്ന് എന്നെ അങ്ങ് നിറവേറ്റാം. ഇന്ന് പോണോ? ഇതിനേക്കാൾ നല്ല വേറെ ഏത് ദിവസമാണോ ഉള്ളത്? അല്ല തിരക്കൊക്കെ അല്ലേ? ഓ, തിരക്കാവുമ്പോഴേക്കും തിരിച്ചു വരാം. എന്നാ വാ. പിള്ളേരൊക്കെ പല സ്ഥലങ്ങളിലാണ് ചിതറിക്കിടക്കുക. ഒറ്റയ്ക്ക് ഒരു കാരണവശാലും ആരെയും ഒത്തുകൂടാൻ സമ്മതിക്കരുത്. തകർത്തല്ലേ? ദേഹണ്ട എന്താ ഭംഗിയില്ലേ? ശരിയാ. ഇത് മറ്റേ കണിമംഗലം സ്റ്റീഫൻ അല്ലേ? അതെല്ലോ. ഇവനെന്താ ഇവിടെ? എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. വാടാ. ജീവൻ എവിടെ? അവിടല്ലേ? കാര്യം പറ. എന്താ പ്രശ്നം? എന്താ? ഒരു പ്രശ്നമുണ്ട്. എന്ത്? നീ നോക്കിയിട്ട് വാ. ശരി, ഞാൻ നോക്കട്ടെ. ഇതുപോലൊരു സ്ഥലത്ത് വേണം എൻ്റെ വീട്. കാടിനുള്ളിലോ? കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം. അതിന് നടുക്ക് ദ്വീപ് പോലൊരു പൂന്തോട്ടം, നിറയെ ചെടികളും
മരങ്ങളും കിളികളും പൂക്കളും പൂമ്പാറ്റകളും ഒക്കെയുള്ളൊരു തോട്ടം. അതിന് നടുവിലായി ഒരു കൊച്ചു വീട്. തന്റെ ആശ്രമവും ഇതുപോലെയായിരുന്നു. ഒരു ദിവസം ഒരു കാര്യം പറയാൻ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞത്? നാളെ പറയാം. ശരി, അപ്പൊ കാണാത്ത ദിവസങ്ങൾക്കുള്ളതെല്ലാം ഒരെഴുത്തായി എഴുതി വെച്ചാ മതി. എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ശരി, ഇന്ന് തന്റെ ബർത്ത്ഡേ അല്ലേ? എന്നാ ഒരു ഡിസ്കൗണ്ടാ തരാം. ചേട്ടാ, കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല കേട്ടോ. ചേട്ടാ, കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല. എടാ, തന്നോടല്ലേ പറഞ്ഞ കോളേജിൽ ബീഡി വലിക്കാൻ പാടില്ല. പിന്നെ പറയാമെന്ന കാര്യം പറ. പറ. എനിക്ക് തനിക്ക് എന്താടാ അവിടെ 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 പിള്ളേരെയൊക്കെ തല്ലി തലയൊക്കെ പൊട്ടി. സ്റ്റീഫ, കുറവാണല്ലോ.
നിനക്ക് ഞാൻ മതിയടാ. ചവിട്ടിക്കൂട്ടറാണ്. ഞാനിവിടെ ഉള്ളപ്പോ ഇതൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ മറന്നുപോയി.